ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റസ്റ്റ് ലേൺ. അപ്പോൾ ചൈൽഡ് സൈക്കോളജിയിലെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് ഇന്നും നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചൈൽഡ് സൈക്കോളജിയിലെ ഒരു ക്വസ്റ്റ്യനോട് ഇന്ന് നമുക്ക് നോക്കാം. ശിശു വികസനത്തിൽ പാരമ്പര്യവും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉത്തരം പറയാം? ഒരു കുട്ടിയുടെ വികസനത്തിൽ പാരമ്പര്യത്തിനും പരിസ്ഥിതിക്കും ഒരേപോലെയുള്ള മൂല്യമാണുള്ളത്. ഇവ രണ്ടും ശിശുവിൻ്റെ ബൗദ്ധിക, മാനസിക, സാമൂഹിക വികസനത്തെ ശക്തമായി സ്വാധീനിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവ തമ്മിലുള്ള ബന്ധം എന്ന് വിശദമായി നോക്കാം. ആദ്യം പാരമ്പര്യത്തിൻ്റെ പങ്ക് എന്താണ് ഒരു ശിശുവിൻ്റെ വികസനത്തിൽ എന്നുള്ളത്. പാരമ്പര്യം ശിശുവിൻ്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനമായ ഒരു രൂപം നൽകുന്നു. അതായത് കുടുംബ മൂല്യങ്ങൾ, സംസ്കാര മൂല്യങ്ങൾ എന്നിവ തുടങ്ങുന്നത് പാരമ്പര്യത്തിൽ നിന്നാണ്. അതായത് ഇഷ്ടാനിഷ്ടങ്ങൾ, പെരുമാറ്റ രീതികൾ, ഭാഷ, ആചാരങ്ങൾ എന്നിവ ശിശുവിൽ നിന്ന് തന്നെ വളരാൻ തുടങ്ങുന്നു. അതായത് താൻ ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിൽ നിന്നും ഈ കാര്യങ്ങളെല്ലാം കുട്ടി പഠിക്കുകയാണ്, വളർന്നു വരുന്ന ജീവിത സാഹചര്യത്തിൽ നിന്നും. അപ്പോൾ ആ പാരമ്പര്യം കുട്ടിയിലേക്കും കിട്ടും. അപ്പം നല്ലൊരു പാരമ്പര്യമുള്ള നല്ലൊരു സംസ്കാര മൂല്യമുള്ള കുടുംബമാണെങ്കിൽ ആ കുട്ടിയുടെ വളർച്ചയെ അത് സ്വാധീനിക്കും. പാഠങ്ങൾ, കഥകൾ, കലാരൂപങ്ങൾ ശിശുവിൻ്റെ ഭാവന, ഭാഷാവികസനം, സാമൂഹിക ബോധം എന്നിവയെ സമ്പന്ന അറിവിൻ്റെ ആദ്യം മുതലുള്ള വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ടതാണ് മാതൃഭാഷ. ഈ മാതൃഭാഷ കുട്ടിക്ക് കിട്ടുന്നതും തൻ്റെ പാരമ്പര്യത്തിൽ നിന്നാണ്, തൻ്റെ കുടുംബത്തിൽ നിന്നാണ്. ഇനി പരിസ്ഥിതിയുടെ പങ്ക് എന്താണെന്ന് നോക്കാം. ഒരു കുട്ടിയെ ചുറ്റിപ്പറ്റിയ പ്രകൃതിയും സാമൂഹികവും ഭൗതികവുമായ അന്തരീക്ഷം അതിൻ്റെ വളർച്ചയെ ബാധിക്കുന്നുണ്ട്. സുസ്ഥിരമായ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ശുദ്ധജലം, ശുദ്ധവായു, കൃഷിയിടം, വനം തുടങ്ങിയവ, ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ് സുസ്ഥിരമായ ഒരു പരിസ്ഥിതി. ഈ ഒരു അന്തരീക്ഷം കുട്ടിയുടെ ആരോഗ്യം വളർത്തുന്നുണ്ട്. അറിവിനെയും സാമൂഹിക സാഹചര്യങ്ങളെയും കുറിച്ചുള്ള അവബോധം വളരാൻ സഹായിക്കുന്നത് കളിസ്ഥലങ്ങളിൽ നിന്നുമാണ്. അടുത്തുള്ള കൂട്ടുകാരും പ്രായം ചെന്നവരും ശിശുവിൻ്റെ സാമൂഹികരണമുള്ള വളർച്ചയെ സഹായിക്കുന്നുണ്ട്. ഇതാണ് കുട്ടിയുടെ സാമൂഹിക പരിസരങ്ങൾ. അതായത് ഒരു 3-4 വയസ്സ് മുതൽ തന്നെ കുട്ടികൾ തൊട്ടടുത്ത വീട്ടുകളിലൊക്കെ പോയി അവിടെയുള്ള കുട്ടികളുടെ കൂടെയൊക്കെ കളിക്കാൻ തുടങ്ങും. അപ്പോൾ ആ സാമൂഹിക പരിസരങ്ങളിൽ നിന്നും എന്തൊക്കെയാണ് കുട്ടികൾക്ക് ലഭിക്കുന്ന അറിവുകൾ, അല്ലെങ്കിൽ അവിടെ നിന്നും ലഭിക്കുന്ന മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കുട്ടിയുടെ വളർച്ചയെ സ്വാധീനിക്കും. ഒരു കുട്ടിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്, വ്യക്തിത്വം പാരമ്പര്യത്തിലൂന്നിയ അറിവും പരിസ്ഥിതിയിലൂടെയുള്ള അനുഭവങ്ങളും ചേർന്നാണ് രൂപപ്പെടുന്നത്. വ്യക്തിത്വം രൂപപ്പെടുന്നത് പാരമ്പര്യം, പരിസ്ഥിതിയും കൂടി ചേർന്നാണ്. പരിസ്ഥിതിക്ക് ഒറ്റയ്ക്കായിട്ട് ഒരു നല്ല വ്യക്തിത്വം രൂപപ്പെടുത്താനോ കുട്ടിയുടെ വികസനത്തിൽ കാര്യമായ പങ്ക് വഹിക്കാനോ കഴിയില്ല. പരിസ്ഥിതി കുട്ടിയുടെ വികസനത്തിൽ സാരമായ മാറ്റങ്ങൾ വരുത്തുന്നുവെങ്കിലും പാരമ്പര്യവും അതിൽ പ്രധാന ഘടകമാണ്. ഉദാഹരണത്തിന് ഒരു കുട്ടി മണ്ണിൽ കളിക്കുന്നതിനുള്ള അവസരം സൃഷ്ടിക്കുന്നത്, എങ്ങനെ ആ കുട്ടി മണ്ണിൽ കളിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് പാരമ്പര്യവും പരിസ്ഥിതിയും ഒരുപോലെയാണ്. കാരണം കുറേ കൃഷിയിടമുള്ള ഒരു ഗ്രാമീണ പ്രദേശമാണെങ്കിൽ അവിടെ കളിക്ക് സഹായകമായിട്ട് ഒരു കുടുംബം ഇതിന് ആ കുട്ടിയുടെ ഫാമിലി അങ്ങനെ മണ്ണിൽ കളിക്കാനൊക്കെ സമ്മതിക്കണം. അപ്പോൾ അതിന് കുടുംബം ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ കുട്ടിക്ക് മണ്ണിൽ കളിച്ച് വളരണം എന്നുണ്ടെങ്കിൽ ആ ഒരു പരിസ്ഥിതി കുട്ടികൾക്ക് ചുറ്റും ഉണ്ടായിരിക്കണം. ഇപ്പോൾ സിറ്റിയിലൊക്കെ താമസിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിനൊരു സാഹചര്യം ഇല്ല, അതിന് പറ്റിയ പരിസ്ഥിതി അവിടെ ഇല്ല. അപ്പോൾ കുട്ടിക്ക് ഈ ഒരു പരിസ്ഥിതി ഘടകം ഉണ്ടെങ്കിൽ, ഇപ്പോൾ അതിന് താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പുറത്ത് പോയിട്ടൊക്കെ കളിക്കാൻ സമ്മതിക്കുന്ന പേരൻസ് ആണെങ്കിലും അതിനുള്ള ഒരു സാഹചര്യം, പരിസ്ഥിതി കുട്ടിക്ക് അവിടെ ഇല്ല. അപ്പോൾ ഇത് രണ്ടും കുട്ടിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട്. രണ്ടും ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടിക്ക് ആ ഒരു സംഭവം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ആകെ മൊത്തത്തിൽ നമുക്ക് പറയാം, ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുന്നത് ശിശു വികസനത്തിന് പാരമ്പര്യവും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം പരസ്പര പൂരകമാണ് എന്നുള്ളതാണ്.
ഒരേ സമയം ശിശുവിൻ്റെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ഇരു ഘടകങ്ങളും അത്യാവശ്യമാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഉത്തരം നിർത്താവുന്നതാണ്.